വെൽഫെയർ പാർട്ടി തുറന്ന പിന്തുണ പ്രഖ്യാപിക്കുന്നു UDF-ന്. അപ്പോൾ അതിനോട് നമ്മളാ ചോദിക്കുന്നത്, റിപ്പോർട്ടറിൻ്റെ പ്രതിനിധിയെ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ഇന്നേ വരെ കേരളം കണ്ടിട്ടില്ലാത്ത മറുപടിയല്ലേ വി ഡി സതീശൻ നൽകിയത്? ആയിക്കോട്ടെ, വി ഡി സതീശന്റെ മറുപടി അബദ്ധമായിരുന്നു പോയി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലേ, എന്നൊന്നും പറയേണ്ട കാര്യം. ആയിക്കോട്ടെ, വി ഡി സതീശന്റെ മറുപടി അബദ്ധമായിരുന്നു പോയി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലേ, എന്നൊന്നും പറയേണ്ട കാര്യം. ആയിക്കോട്ടെ, വി ഡി സതീശന്റെ മറുപടി അബദ്ധമായിരുന്നു പോയി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലേ, എന്നൊന്നും പറയേണ്ട കാര്യം. എങ്ങനെ കുഴിക്കുന്നത് ആ കുഴി? അത് വി ഡി സതീശൻ എങ്ങനെയാ? വി ഡി സതീശൻ പറഞ്ഞതിൽ നിന്നും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം അവിടത്തെ നാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കാതെ ജമാഅത്തെ ഇസ്ലാമി എന്ന ചെറിയ സംവിധാനം, എത്ര വോട്ടുണ്ടവർക്ക്, 4000 വോട്ടാണോ അവിടെ എല്ലാം നിർണ്ണയിക്കുന്നത്? അല്ലല്ലോ. അല്ല, വി ഡി സതീശന്റെ നിലപാടെടുത്തവർ വി ഡി സതീശനോട് ചോദിക്കും. അല്ല, വി ഡി സതീശന്റെ നിലപാടെടുത്തവർ വി ഡി സതീശനോട് ചോദിക്കും. അല്ല, വി ഡി സതീശന്റെ നിലപാടെടുത്തവർ വി ഡി സതീശനോട് ചോദിക്കും. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആ കുഴിയിലാണ് വീണത്. അതിന് മറുപടി പറഞ്ഞു പോവുകയാണ്. ഇന്നും എം വി ഗോവിന്ദൻ ആ വിഷയം ഉന്നയിക്കുന്നു. ഇന്നും രമേശ് ചെന്നിത്തലയ്ക്ക് അതിൽ മറുപടി പറയേണ്ടി വരുന്നു. ഇന്നും എം വി ഗോവിന്ദൻ ആ വിഷയം ഉന്നയിക്കുന്നു. ഇന്നും രമേശ് ചെന്നിത്തലയ്ക്ക് അതിൽ മറുപടി പറയേണ്ടി വരുന്നു. അപ്പോൾ അവിടുത്തെ മറ്റ് പ്രശ്നങ്ങളിലേക്ക് കിടക്കാൻ പറ്റും. സർക്കാർ വിരുദ്ധ വിഷയങ്ങൾ ഉന്നയിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇതിന് മറുപടി പറയാനേ അവർക്ക് സമയമുണ്ട്. അതാണ് കുഴി. വി ഡി സതീശൻ സ്വയം കുഴിച്ച കുഴിയിൽ വീണു എന്ന് പറയുന്നത് CPM കുഴിച്ച കുഴിയിൽ വി ഡി സതീശൻ വീണു എന്ന് പറയുന്നത് എങ്ങനെയാ? അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് മറ്റു വിഷയങ്ങളിലേക്ക് കിടക്കാൻ പറ്റുന്നില്ല എന്നുള്ള. ജമാഅത്തെ ഇസ്ലാമി എന്ന മതരാഷ്ട്രവാദ സംഘടന നല്ല സംഘടനയാണ്. അവരാണ് ലോകത്തിലെ ഏറ്റവും നല്ല ക്ലീൻ ആയിട്ടുള്ള സെക്കുലർ സംഘടന. അവരെ കഴിഞ്ഞേ ഉള്ളൂ മാറ്റി എല്ലാ സംഘടനകളും എന്ന രീതിയിൽ സതീശൻ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന മതരാഷ്ട്രവാദ ഭീകര സംഘടനയെ എളുപ്പിച്ചെടുത്തതിൻ്റെ ഫലമാണ് അവിടെ ആ വിഷയം ചർച്ചയായത്. കേരളത്തിലെ ജനങ്ങൾക്കും വിശേഷിയ നിലമ്പൂരിലെ ജനങ്ങൾക്കും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ട്, അതൊരു മതരാഷ്ട്ര തീവ്രവാദ സംഘടനയാണെന്ന് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ സതീശിനെ നിലമ്പൂർ ജനത അറഞ്ചം പുറഞ്ചം തേച്ചൊട്ടിക്കുകയാണ്. ലീഗുകാർ നെട്ടോട്ടം ഓടുകയാണ്. ഞങ്ങൾ പറഞ്ഞതൊക്കെ അവിടെ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് മതരാഷ്ട്രവാദ ഭീകര സംഘടനയാണ് എന്ന് പറഞ്ഞത് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അവർ വോട്ട് തരുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കുകയാണെന്നുള്ള ഇരട്ടത്താപ്പുമാണ് അവരെടുക്കുന്നത്. സതീശിൻ്റെ കൊട്ടേഷൻ പിടിച്ചു വന്ന ഈ മാപ്രയ്ക്ക് അത് വല്ലാത്തൊരു ഈർഷ്യയാണ്. എന്തിനാണ് അത് ചർച്ച ചെയ്യുന്നത്? അത് പറയുന്നത് കൊണ്ട് മറ്റൊരു വിഷയങ്ങളിലേക്കും പോകാൻ കഴിയുന്നില്ല. ഇന്ന് ഇതാ ഗോവിന്ദ മാഷും വന്ന് അത് പറയുകയാണ്. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടി പറയേണ്ടി വരുന്നു. അത്രേ ഭീകരമായി പോയി കേട്ടോ, വല്ലാത്ത ഭീകരമായി പോയി. അത് ഇതൊക്കെ പറയുമ്പോൾ ആലോചിക്കണം, ജനങ്ങളെ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് ഈ കേരളത്തിലെ ഉള്ളവരെന്നുള്ള വ്യക്തമായ ബോധ്യം ഈ പറയുന്ന പറവൂർ സതീശന് വേണ്ടതല്ലേ? എന്നിട്ടിപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞതാണ് പോലും കുഴപ്പം. ഗോവിന്ദ മാഷ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് ഇതിന് മറുപടി പറഞ്ഞു പോകേണ്ടി വരുന്നെന്ന്. അതിനിപ്പോൾ ഞങ്ങൾ എന്തോ വേണമെന്ന്? CPM കുഴിച്ച കുഴിയാണ് പോലും. സതീശൻ കുഴിച്ച പാതാളത്തിൽ സതീശൻ തന്നെ വീണ് കിടക്കുകയാണ്. അവിടുന്ന് പൊക്കിയെടുക്കാൻ കൊട്ടേഷൻ പിടിച്ചോണ്ട് വന്ന മാഡമേ, അഞ്ഞിമൽ ബോയ്സിലെ ടീം അംഗങ്ങളെ വിചാരിച്ചാൽ പോലും ആ കൊക്കെ വീണ് കിടക്കുന്ന സതീശനെ പൊക്കിയെടുക്കാൻ പറ്റാത്തപ്പോൾ നിങ്ങൾ ഈ ഇവിടെ വന്ന് കിടന്നിട്ട് ഈ കണ്ട ആൾക്കാരുടെ മുന്നിലല്ല നിങ്ങളുടെ എഡിറ്റേഴ്സിൻ്റെ അടി തന്നെ കൊള്ളേണ്ട വല്ല കാര്യവുമുണ്ടോ? എത്ര അടി കിട്ടിയാലും എത്ര നാണം കിട്ടാലും സ്വഭാവം മാറില്ലല്ലോ. ഓട്ടക്കാലണ